വിഷ്ണു, രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, കോൺഗ്രസിൻ്റെ വലിയ വീഴ്ച, അവിടെ സംഭവിച്ച വലിയ വീഴ്ച രാജ്യത്താകമാനം ചർച്ച ചെയ്യുന്നു. അത് ഹൈക്കമാൻഡിനെ അടക്കം പ്രതിരോധത്തിലാക്കുന്നു. ആ കാര്യങ്ങളിലൊന്നും ഒരു പ്രതികരണം സ്വാഭാവികമായി കെ സി വേണുഗോപാലിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ഒന്ന്. രണ്ട്, JDU തന്നെ ഇറ്റ്സെൽഫ് പ്രശ്നങ്ങൾ NDAയിൽ നേരിടുന്നു എന്നതാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് നേരത്തെ പ്രഖ്യാപിച്ചതിന് വിഭിന്നമായ നീക്കം BJP ആരംഭിച്ചിരിക്കുന്നു. NDAയിലും പ്രശ്നം. ഈ രണ്ട് പ്രശ്നങ്ങൾ കൂടി ബീഹാർ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ കണ്ടാൽ അജിംഷാദ്, തീർച്ചയായിട്ടും ബീഹാറിൽ NDA വലിയ ഭൂരിപക്ഷം നേടിയെങ്കിലും BJPയുടെ പല നീക്കങ്ങൾക്കും ബീഹാറിൽ തിരിച്ചടി കൂടിയാണ് നേരിട്ടിരിക്കുന്നത്. കാരണം ബീഹാറിൽ ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ ലക്ഷ്യം വെച്ചായിരുന്നു BJPയുടെ നീക്കങ്ങൾ. പക്ഷേ ബീഹാറിൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകും എന്നതാണ് JDU നേതാക്കൾ ഒരു നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. ഇന്ന് എന്തായാലും JDU നേതാക്കൾ അടക്കം നിതീഷ് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചിരാഗ് പാസ്വാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നുള്ള ഒരു കാര്യത്തിൽ JDU നേതാക്കൾ ഒരു വ്യക്തത വരുത്തുകയും ചെയ്തത്. എന്തായാലും ഈ മുഖ്യമന്ത്രി സ്ഥാനം BJPയുമായി വീതം വയ്ക്കാൻ കഴിയുകയില്ല എന്നൊരു നിലപാട് കൂടി JDU ശക്തമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ BJPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഇനി 2020-ലേതുപോലെ രണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനം BJP അവകാശപ്പെടുമ്പോഴും അവിടെയും വലിയൊരു പ്രതിസന്ധി BJPക്ക് നേരിടുന്നത് LJP രാംവിലാസ് പാസ്വാൻ വിഭാഗം നേതാവ് ചിരാഗ് പാസ്വാൻ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നു എന്നതാണ്. കാരണം ഇത്തവണത്തെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ചിരാഗ് പാസ്വാനും വലിയ ഒരു മുന്നേറ്റം നടത്തുകയും വലിയ കരുത്ത് തെളിയിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചിരാഗ് പാസ്വാനും ഇത്തരത്തിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുന്നതും BJPയെ സംബന്ധിച്ച് വെല്ലുവിളി തന്നെയാണ്. കാരണം ബീഹാറിൽ ഇത്തവണ JDUവിനെ അടക്കം ഹൈജാക്ക് ചെയ്തുകൊണ്ട് BJP ഒറ്റയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്ന തലത്തിലേക്കാണ് കരുക്കൾ നീക്കിയത്. പക്ഷെ അതൊക്കെ തന്നെ പാളിപ്പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് BJPക്ക് മുന്നിലുള്ളത്. ജിതൻ റാം മാഞ്ചിക്കും കൃത്യമായിട്ടുള്ള പ്രധാനപ്പെട്ട പോസ്റ്റുകൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും ബീഹാറിൽ BJP നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് നിലവിൽ വലിയ തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അതേസമയം മറുവശത്ത് കോൺഗ്രസും വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. കാരണം ഇത്തവണ മഹാസഖ്യത്തിന് വലിയ തിരിച്ചടി നേരിട്ടൊരു സാഹചര്യത്തിൽ ഏറ്റവും വലിയൊരു പതനത്തിലേക്കാണ് കോൺഗ്രസ് കൂപ്പുകുത്തിയത്. പ്രത്യേകിച്ച് കോൺഗ്രസ് മുന്നണി മര്യാദ പാലിക്കാതെ സഖ്യത്തിനെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. മുന്നണിക്കകത്ത് ഒരു സമവായത്തിലേക്ക് എത്താതെ തന്നെ വലിയ പ്രതിസന്ധിയൊക്കെ സൃഷ്ടിച്ച ഒരു സാഹചര്യം കോൺഗ്രസ് ഉണ്ട്. അപ്പോൾ ഈ മഹാസഖ്യത്തിന് ഇത്രത്തോളം വലിയ പരാജയം നേരിടുമ്പോൾ അതിൽ ഏറ്റവും വലിയ പഴി കേൾക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. എന്തായാലും ഇന്ന് കോൺഗ്രസ് അടിയന്തര യോഗമൊക്കെ ചേർന്നിരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാവിലെയോടുകൂടി തന്നെ എത്തി യോഗമൊക്കെ തന്നെ ചേർന്നിരുന്നു. പക്ഷേ അതിനുശേഷം KC വേണുഗോപാൽ ഉൾപ്പെടെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. രാഹുൽ ഗാന്ധി ഒരു പ്രതികരണത്തിന് തയ്യാറാവുകയും ചെയ്തില്ല. KC വേണുഗോപാൽ ചൂണ്ടിക്കാട്ടിയത് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വിശ്വസിക്കാൻ കഴിയാത്തതാണ്, വോട്ട് കൊള്ളയാണ് നടന്നിരിക്കുന്നത്, നിയമപരമായി നേരിടുമെന്നൊക്കെ KC വേണുഗോപാൽ പറയുമ്പോൾ പോലും കോൺഗ്രസിനെതിരെയുള്ള വിമർശനങ്ങളിൽ ഒരു മറുപടി പറയാൻ, അതിലൊരു പ്രതികരണം നടത്താൻ KC വേണുഗോപാലും തയ്യാറായിട്ടില്ല. അജിംഷാദ്, തീർച്ചയായും. അപ്പോൾ ഈ ചിരാഗ് പാസ്വാന്റെ പ്രശ്നങ്ങൾ, അപ്പോൾ ഈ ജയം ഒരു മധുരമായി അവർക്ക് തുടരാനാകില്ല എന്നതിൻ്റെ എല്ലാ സൂചനകളുമാണ് NDAയെ സംബന്ധിച്ചെത്തുന്നത്. ഇപ്പുറത്താകട്ടെ കോൺഗ്രസിന് ദേശീയ തലത്തിൽ പ്രതിപക്ഷമായി സംഘപരിവാറിനെ നേരിടാൻ ഉള്ള നേതൃത്വത്തിനുള്ള പരാജയം കൂടി ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് നൽകുന്നു. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് വായിച്ചെടുക്കേണ്ടത്, അല്ലേ വിഷ്ണു? അജിംഷാദ്, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം BJPക്ക് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവാനൊക്കെ കഴിഞ്ഞെങ്കിൽ പോലും അതിന്റെ ഒരു ഗുണം BJPക്ക് ലഭിക്കില്ല എന്ന് തന്നെയാണ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കൃത്യമായി ചൂണ്ടിക്കാട്ടാൻ പറ്റുന്നത്. കാരണം ഈ നിതീഷ് കുമാറും അതോടൊപ്പം തന്നെ ചിരാഗ് പാസ്വാൻ ഉൾപ്പെടെ എടുക്കുന്ന നിലപാടുകൾ പരിഗണിച്ച് മാത്രമായിരിക്കും BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അതിനപ്പുറത്തേക്കൊരു നിലപാട്, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തിലടക്കം JDU പറയുന്നതിനപ്പുറത്തേക്കൊരു നിലപാടിലേക്കൊക്കെ BJP പോയി കഴിഞ്ഞാൽ വലിയ തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യം തന്നെയാണ് അത് സംസ്ഥാന തലത്തിലായാലും കേന്ദ്ര തലത്തിലായാലും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ കേട്ടുകൊണ്ട് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ മാത്രമായിരിക്കും BJPക്ക് കഴിയുക. അത്തരത്തിൽ BJPയെ സംബന്ധിച്ച് ഈ വലിയ ഒറ്റകക്ഷിയായെങ്കിലും നിതീഷിന്റെ തണലിൽ തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ബീഹാർ ഉള്ളത്. അജിംഷാദ്, ശരി. വിഷ്ണു തലവൂരാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകി.